ഓക്കെ. കർണാടക ഷിരൂരിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കാർവാർ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാനാണ് പദ്ധതി. നാവികസേനയും ദുരന്ത നിവാരണ സേനയും സംയുക്തമായിട്ട് തെരച്ചിൽ നടത്തും. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. വീണ്ടും ഷിരൂരിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ബൈജു, ഞാൻ ഇപ്പോഴും ആദ്യ ദിവസം നമ്മൾ അർജുനെ തേടി അർജുനായുള്ള ഒരു വലിയ പ്രയത്നം അവിടെ നടത്തിയത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. വീണ്ടും അർജുന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് തിരികെ കിട്ടാൻ, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് ബൈജു, ഈ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിലുള്ള സാധ്യത എപ്പോഴത്തേക്ക് ആരംഭിക്കാൻ കഴിയുമായിരിക്കും? തീർച്ചയായും എൽദോ, ഈ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് എൽദോ സൂചിപ്പിച്ചതും. അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഇവിടെയാണ് ഈ ഡ്രഡ്ജർ, അതായത് ഇന്ന് വൈകിട്ടോടുകൂടി എത്തുക. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എൽദോ, ഈ കാണുന്ന ഈ സ്ഥലം, ഇവിടെയാണ് ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട ആ സ്ഥലം, ഇവിടെയാണ് ഈ ഡ്രഡ്ജർ എത്തി തിരച്ചിൽ നടത്തുക. നമുക്കറിയാം, പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞ് തെളിഞ്ഞ ഒരു രീതിയിൽ തന്നെയുണ്ട്. ഒരുപാട് മൺകൂനകൾ, നേരത്തെ നമ്മൾ കണ്ടതിലും വ്യത്യസ്തമായി വലിയ തോതിൽ മൺകൂനകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്രത്തോളം വെള്ളം ഇവിടെ കുറഞ്ഞിരിക്കുന്നു. വളരെ അനുകൂലമായ കാലാവസ്ഥ എന്ന് പറയേണ്ടി വരും. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും ഇന്നലെയാണ് ഇത്തരത്തിൽ കാർവാർ തുറമുഖത്തേക്ക് എത്തിയത്. അവിടെ നിന്നും രാത്രി 9 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ സമുദ്ര തീരത്ത് എത്തി വൈകിട്ടോടുകൂടി വേലിയിറക്ക സമയത്ത് മാത്രമാണ് ഇവിടത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. കാരണം വേലിയിറക്ക സമയത്തായിരിക്കും നമുക്ക് ഇതില് 2 പാലങ്ങൾ വരുന്നുണ്ട്. ആ പാലത്തിന്റെ ഇടയിലൂടെ ഈ പുഴയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കരയിൽ ഈ ഭാഗത്തുകൂടിയായിരിക്കും, കാരണം കുറച്ച് ആഴമുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തുകൂടിയായിരിക്കും ഡ്രഡ്ജർ എത്തുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലത്ത് ഡ്രഡ്ജർ, ഈ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ നിൽക്കുകയും ഇവിടെ തെരച്ചിൽ നടത്താം. ഈ സ്ഥലത്താണ് ആദ്യം തെരച്ചിൽ നടത്തുക. ഇവിടെയാണ് ലോറി കൃത്യമായി സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ ആ സ്ഥലം. ഇതിന് തൊട്ടടുത്തായി ഒരുപാട് മരങ്ങളും ഒക്കെ മൺകൂനങ്ങളും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇപ്പോഴുള്ള സ്ഥലത്ത് വലിയ ആഴമുണ്ട്. മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണ് കൂടുതൽ അടിഞ്ഞ് ഈ ലോറിയുടെ മുകളിൽ ഉണ്ട് എന്നതാണ് നേവി ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ജിതിൻ, ഇന്ന് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്. എത്രത്തോളം കുടുംബത്തിന് ഒരു പ്രതീക്ഷിക്കും? തീർച്ചയായിട്ടും ഏകദേശം 1 മാസത്തോളമുള്ള കാത്തിരിപ്പായിരുന്നു ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ഇതിൽ. കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA, AKM സതീഷ് സേൽ MLA, അവരെല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് മുൻകൈ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഇന്നിവിടെ എത്തി നാളേക്ക് ഒരു തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അർജുനും മറ്റു 2 പേർക്കുമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. ഇതിനൊരു ഉത്തരം നാളെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. നമ്മൾ ഈ തുടക്കത്തിൽ ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായി അർജുനെ കാണുക, അത് കുടുംബം ആ രീതിയിൽ പാകപ്പെട്ടും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണോ കുടുംബം പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കുടുംബം അങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു തീരുമാനം ഫിക്സ് ചെയ്തിട്ടില്ല. ചിലപ്പം അർജുന്റെ സഹോദരി എല്ലാം വരാൻ സാധ്യത. അർജുന്റെ സഹോദരൻ ഇന്ന് വരും, സഹോദരി നാളെ വരാൻ സാധ്യത ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം കാർവാറിലൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം അറിയുമ്പോൾ ഏതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ജിതിൻ ഇവിടെ മനസ്സിലാക്കുന്നത്? അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് എന്റെ അടുത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതിനു ശേഷം ഞാൻ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ അത് 10 ദിവസം എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുടുംബം വലിയ പ്രതീക്ഷയുണ്ട്. ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. അതെ, ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം കളക്ടർക്ക് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ അവർ ലോറി ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തായിരിക്കും ഇനീഷ്യൽ സെർച്ചിങ് നടക്കുക, അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തിരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
എൽദോ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ലോറിക്കരികിലേക്ക് എത്തുക, ക്യാബിനകത്ത് അർജുൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടായിരിക്കണം ഈ അപകട സമയത്ത് എന്ന ഒരു ദൗത്യ സംഘവും അതാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ ക്യാബിനിലേക്ക് ഈ ലോറി പുറത്തേക്ക് എടുത്ത് ക്യാബിൻ പരിശോധിക്കുക. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നേരത്തെയൊക്കെ കുടുംബം പറഞ്ഞതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ അർജുന്റെ ഒരു അവസ്ഥ അങ്ങനെ കാണാൻ പറ്റുമോ എന്നതാണ്. അതാണ് കുടുംബം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അർജുന്റെ സഹോദരി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ശനിയാഴ്ച ഇവിടെ എത്തും. എന്തായാലും തിരച്ചിൽ നാളെ രാവിലെ മുതലായിരിക്കും ആരംഭിക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി ഡ്രഡ്ജർ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാബലി പുഴയുടെ സമീപത്ത് എത്തിക്കും. ഏതായാലും കാർവാറിൽ നിന്നും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ ഗംഗാബലി പുഴയിലേക്ക് ശിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ പുറപ്പെട്ടിട്ടുണ്ട്. 10 മണിക്കൂറാണ് സമയം പറഞ്ഞത്. അത് ഇവിടെ സമുദ്രതീരത്ത് അവർ എത്തി അവിടെ നങ്കൂരമിട്ടതിന് ശേഷം വൈകിട്ട് വേലിയിറക്ക സമയം നോക്കി മാത്രമേ ഗംഗാബലി പുഴയിലേക്ക് വരും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഒന്ന് ഒരിക്കൽ കൂടി പോയാൽ ഇതാണ് ഏറ്റവും പുതിയ ഈ ശിരൂരിൽ നിന്നുള്ള ദൃശ്യം. ഒരുപാട് പേരാണ് ഇതുവഴി യാത്ര. മുംബൈ നമുക്കറിയാം, ഇത് മുംബൈ പാതയാണ്. ഒരുപാട് പേരാണ് ഇവിടെ എത്തുന്നതും ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നതും. അല്പസമയം മുമ്പ് വരെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മലയുടെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴും ഒന്ന് കാണാവുന്നതാണ്. ഈ മല ഇപ്പോഴും ഇടിഞ്ഞ് വീഴാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു അപകട മേഖലയായാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ CCTV ക്യാമറ ഒക്കെ സ്ഥാപിച്ച് പോലീസ് സുരക്ഷ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അധിക സമയം നിൽക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിൽ ഈ ദൗത്യം വലിയ തോതിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും. ഒപ്പം ഇത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു ദൗത്യമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന 1 കോടി രൂപ വാടകയ്ക്കാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തെരച്ചിൽ ഒരു പക്ഷേ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു ഉത്തരമുണ്ടാകും. എന്തായാലും നിർണായകമായ ഒരു തെരച്ചിൽ എന്ന് പറയാം. അത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു തെരച്ചിൽ എന്ന് പറയാം. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജഗന്നാഥിനെയും ലോകേഷിനെയും. അർജുന് പുറമെ അത് കന്നഡികരാണ്. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദേശീയ പാതയൊക്കെ ഉപരോധിക്കുന്ന രീതിയിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിന്റെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ തെരച്ചിലുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ലോറിക്കരികിലേക്ക് ക്യാബിനിലേക്ക് അർജുൻ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിനൊപ്പം ഇതേ സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഈ അപകടത്തിന് വ്യാപ്തി കൂടുതലുണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ഉണ്ടായ കടയൊക്കെ കാണാനേ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇവിടെയാണ് ഈ തെരച്ചിൽ നടത്തുക. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെ ശാന്തമായി കിടക്കുന്നു. മാത്രമല്ല മൺകൂനകൾ കൂടുതൽ പ്രകടമാവുന്നുണ്ട്. ആദ്യമൊക്കെ ആ മൺകൂനയുടെ മുകൾ ഭാഗം മാത്രമായിരുന്നു. അതായത് ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥ അനുകൂലമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്.